അല്ല സാറേ, എനിക്ക് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളായിരുന്നു. ദൂരെ നിന്നൊക്കെ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് എങ്ങനെ റിസൾട്ട് ഉണ്ടാവുന്ന കള്ളത്തരാണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അതൊന്നും അറിയാം. എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഈ അറ്റാക്ക് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സാറിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ചെറുകുടലിൽ ഉണ്ടാവുന്ന ഗ്യാസ് ആണ്, ആ ഗ്യാസും അറ്റാക്കും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വരാനുള്ള തീരുമാനം എടുത്തു. സാറ് വയനാട്ടിൽ പനമരത്തുന്നവൻ. ഞാൻ സാറിന്റെ വീഡിയോ കുറെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക യൂട്യൂബിൽ. അപ്പൊ ഞാൻ ഇവിടെ വരാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന്, എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാള് കിഡ്നി ഫെയിലായി പോയതാണ്, ഇവിടെ വന്നിട്ടുണ്ട് കാര്യമുണ്ടോന്ന്. പിന്നെ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കള്ളത്തരാണോ എന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ടെന്ന്. അതൊന്നും അറിയാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് അറിയണം. ഇവിടെ വന്ന് ഫസ്റ്റ് ഇതിന്റെ സിറ്റിംഗ് തന്നെ ഇരുന്നപ്പോ ഞാൻ കണ്ണടച്ചിരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഈ മുദ്ര വിരലിന്റെ ഒരു തുമ്പത്തുനിന്ന് ഒരു വേദന വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് കൈ ഇങ്ങനെ നമ്മൾ ലൂസാക്കല്ല ഇടുന്നേ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇതിങ്ങനെ സാറ് കാണാതെ ഒന്ന് പിടിച്ചൊക്കെ വിട്ടു നോക്കി. അത് കഴിഞ്ഞ് ഈ വേദന ഈ 2 കൈയുടെയും മസിലിലേക്ക് വന്നു. ആ വേദന എന്ന് പറയുമ്പോൾ അറ്റാക്ക് വരുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന വേദനയാണ്. നെഞ്ചുംകൂടിന്റെ മുകളിലോട്ടും 2 കൈയിന്റെ മുകളിലോട്ടുള്ള വേദന. അത് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഇതിലിറങ്ങിയിട്ട് നമ്മൾ ECG എടുക്കുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ. അവിടെ നന്നായിട്ട് വേദന തുടങ്ങി. അതേ സ്ഥലത്ത് തന്നെ ബ്ലോക്ക്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ അറ്റാക്ക്? വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യം എനിക്ക് അറ്റാക്ക് വന്നു ഗൾഫിൽ നിന്ന്. 2 പ്രാവശ്യം വന്നിട്ടും എനിക്ക് ആരോഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. വീട്ടിൽ നിന്നൊരു വേദന വന്നപ്പോൾ ആദ്യം വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് സംഭവം ഇതാന്നുള്ള. 2 പ്രാവശ്യം ഒരേ സ്ഥലത്ത് ആൻജിയോപ്ലാസ്റ്റി. അപ്പൊ നടക്കുമ്പോ ഒരു ബുദ്ധിമുട്ടും കതുപ്പും. 300 മീറ്റർ എനിക്ക് നടക്കാൻ മടിയായിരുന്നു. 2 നിലന്റെ മുകളിലോട്ട് കയറാൻ പറ്റൂലേ. നെഞ്ചത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, കനം പോലെ ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ല. ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് ബിൽഡിങ്ങിന്റെ മുകളിലേക്കൊക്കെ നന്നായിട്ട് കയറും. ഫ്രീ ആണ്. 300 മീറ്റർ എനിക്ക് നടക്കാൻ പറ്റൂലായിരുന്നു. ഞങ്ങൾ 3 കിലോമീറ്റർ നടന്നു പോകുന്നതാണ്. ഒരു ഊർജ്ജം കിട്ടിയിട്ടുണ്ട്, ഒരു എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അന്ന് തന്നെ സാറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യവും സാറിന്റെ വീഡിയോ ഞാൻ കണ്ടു. ഞാൻ എല്ലാവരോടും പറയും എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഈ അറ്റാക്ക് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സാറിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ചെറുകുടലിൽ ഉണ്ടാവുന്ന ഗ്യാസ് ആണ്, ആ ഗ്യാസും അറ്റാക്കും തമ്മില് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വരാനുള്ള തീരുമാനം എടുത്തു. ഞാൻ മിനിഞ്ഞാന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ മോനെ സംസാരിക്കാൻ പറ്റുന്നില്ല, ചുമക്കാന്ന്. പിന്നെ കൂർക്കം വലിയൊക്കെ ഉണ്ടായിരുന്നു, അതുണ്ടോന്ന് അറിയാം. ഇതുവരെ 5 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. സാർ എനിക്ക് പിരിച്ചു വെച്ച കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. ഭയങ്കര എനർജിയാ. മിനിഞ്ഞാന്ന് രാത്രി വേദനകൾക്ക് നല്ല സമാധാനമുണ്ട്. ഇന്നിപ്പോ വിളിച്ചപ്പോ ആള് നല്ല ഫ്രീയാ. ഇത് ഡിസ്റ്റൻസ് സീലിംഗ് ആണ്. ചുമച്ചിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റൂലായിരുന്നു. 2 നിലന്റെ മുകളിലോട്ട് കയറാൻ പറ്റൂലായിരുന്നു. നെഞ്ചത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് കനം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അതിപ്പോ ഇല്ല. ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് ഈ ഫ്രീ ആണ്. ഒരു 4 നില വരെയൊക്കെ ഞാൻ അവിടെ താമസിക്കുന്ന റൂമിന്റെ ഫോട്ടോ എടുത്ത് വിട്ടുവന്നു. ഡിസ്റ്റൻസ് സീലിംഗിന് തന്നെയാണ്. എന്റെ ഉമ്മാക്ക് തീരെ സുഖമല്ല. ഇത് ഡിസ്റ്റൻസ് സീലിംഗ് ആണ്. ഇന്നലെ തന്നെ രാവിലെ വിളിച്ചപ്പോ നല്ല കുറവുണ്ടായിരുന്നു. കുറെ ദിവസമായിട്ടുള്ള ഫോട്ടോ വിട്ടിട്ട് ചെയ്യുന്നു.